ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. എന്താ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഫൈസൽ സാർ പറയണോ അതിന് തന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങാൻ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ലാലി ബിസ്മിൽ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ ആണ്. പിന്നെ ഒരു കൗൺസിലറാണ്, ഒരു ട്രെയിനറാണ്. നമ്മളിപ്പോ കൂടിയിരിക്കുന്നത് ഇനിയഗ്രാം എന്ന പ്രജില മാം ലീഡ് ചെയ്യുന്ന ഒരു കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണ് നമ്മളുള്ളത്, എല്ലാവരും ഉള്ളത്. അപ്പോൾ ഫൈസൽ സാർ ഡയറക്ടറായ വിംബിൾ അക്കാദമി വിവിധ തരം പ്രോഗ്രാമുകൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതില് പ്രധാനമായിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് സാറ് ലീഡ് ചെയ്യുന്ന ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാം. അതില് ഒരുപാട് ട്രെയിനേഴ്സിനെ സാറ് സമൂഹത്തിന് ശരിക്കും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒരു 14 ബാച്ചോളം ട്രെയിൻ ദ ട്രെയിനറിന്റെ കഴിഞ്ഞിട്ടുണ്ട്. 15ാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് വിംബിൾ അക്കാദമിയുടെ ഒരു മെയിൻ പ്രോഗ്രാമാണ്. ദെൻ പിന്നീട് ഈ ട്രെയിനേഴ്സിൽ നിന്ന് ഈ ട്രെയിനിങ് പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നവരിൽ നിന്ന് അവർ നടത്തുന്ന ഒരു ഫ്രീ വെബിനാർ സെഷനാണ് നെക്സ്റ്റ് വിംബിളിന്റെ പ്രോഗ്രാം എന്നത്. അത് വിവിധ മേഖലകളിലുള്ള ട്രെയിനേഴ്സ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും വിവിധ തരത്തിലുള്ള ക്ലാസ്സുകളാണ് ട്രെയിനേഴ്സ് ഇവിടെ ഫ്രീ ആയിട്ട് വെബിനാർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കാറുണ്ട്. പിന്നീട് വിവിധ തരം കോഴ്സുകൾ, അതുപോലെ വർക്ക്ഷോപ്പുകൾ ഒക്കെ വിംബിൾ അക്കാദമിയുടെ കീഴിൽ നടത്താറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഒരു 2 വർക്ക്ഷോപ്പ് നടന്നിരുന്നു. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു വർക്ക്ഷോപ്പ് നടന്നിരുന്നു. അതുപോലെ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ്, സ്റ്റുഡൻസിന്റെ കൗൺസിലിംഗ് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വെബിനാർ അല്ല, ഒരു വർക്ക്ഷോപ്പ് നടന്നിരുന്നു. അതുപോലെ തന്നെ പ്രജില മാമിന്റെ ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ ഒരു കോഴ്സ് കഴിഞ്ഞ മാസം മാം ചെയ്യുകയുണ്ടായിരുന്നു. അത് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരുന്നു ആ കോഴ്സ്. അതുപോലെ അങ്ങനെ വിവിധ തരം കോഴ്സുകൾ വിംബിൾ അക്കാദമി നടത്തി വരുന്നു. അപ്പോൾ അതിൽപ്പെട്ട ഒരു കോഴ്സാണ് ഇനിയഗ്രാം എന്ന ഒരു കോഴ്സ്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തില് അത്യാവശ്യം ഉപകാരപ്പെടുന്ന ഒരു സൈക്കോമെട്രിക് ടൂളാണ് ഈ ഇനിയഗ്രാം എന്നത്. അതായത് അതിനകത്ത് പറയുന്നത് ഒരു 9 തരം വ്യക്തിത്വങ്ങളെ പറ്റിയാണ് ഇനിയഗ്രാമിൽ പരാമർശിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിത്വങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപകാരം ഉണ്ടാവും? ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, ശരിക്കും ഞാനൊരു കൗൺസിലറും കൂടിയാണ്. അപ്പൊ എനിക്ക് ഈ വരുന്ന കൗൺസിലിംഗ് കേസുകളിലൊക്കെ എനിക്ക് വരുന്ന ഈ കൗൺസിലിംഗ് കേസ് ഹലോ എനിക്ക് വരുന്ന ഈ കൗൺസിലിംഗ് കേസുകളിൽ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരസ്പരം മനസ്സിലാക്കാത്തതാണ് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് പ്രധാന ഒരു കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അവരുടെ വ്യക്തിത്വം ഇങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിഞ്ഞു മാറാനും അത് സോൾവ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ പോലും എൻ്റെ ഹസ്ബൻഡിനെ പറ്റി എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ ഇനിയഗ്രാം ക്ലാസ് ആദ്യമായിട്ട് കേട്ടപ്പോ, ആ കോഴ്സ് ഞാൻ ചെയ്തപ്പോ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ പറ്റി, അദ്ദേഹം ഏത് തരം വ്യക്തിത്വം ഉള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിനെ എനിക്ക് അപ്പൊ അന്ന് മനസ്സിലായത്, അദ്ദേഹം ഒരു 1ാം നമ്പറുകാരനാണ്, ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോ പിന്നീട് എനിക്ക് തോന്നി, ഞാൻ അദ്ദേഹത്തിനെ മാറ്റണം എന്ന് വിചാരിച്ച പല കാര്യങ്ങളും മാറ്റാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹം പെർഫെക്ഷനിസ്റ്റ് ആണ്. എന്ത് കാര്യത്തിലും പെർഫെക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹം ചിലപ്പോ ഒരു പട്ടാള ചിട്ടുള്ള ഒരു പിതാവാവാം, ചിലപ്പോ അല്ലെങ്കിൽ ഭർത്താവാവാം, അല്ലെങ്കിൽ ഒരുപാട് വൃത്തിയുടെ കാര്യത്തിലും ഏത് കാര്യത്തിലും അങ്ങനെ പെർഫെക്ഷനിസ്റ്റ്
ഉള്ള ഒരാളാണ് അദ്ദേഹം. അപ്പൊ അതെനിക്ക് മനസ്സിലായത് കൊണ്ട് ഒരുപാട് അത് മനസ്സിലാക്കി എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും പഠിച്ച ഇങ്ങനെയുള്ള പലവിധ വ്യക്തിത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിനുള്ള സഹായം നമുക്ക് ആ എനിയോഗ്രാം പഠിക്കുന്നതിലൂടെ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഇത് കുടുംബത്തിലും മാത്രമല്ല, ഫാമിലിയിലും മാത്രമല്ല, ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിലാവട്ടെ, അവിടെ വരുന്ന വ്യക്തിത്വങ്ങളെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. അതുപോലെ ഇനി ബിസിനസ്സുകാരനാവട്ടെ, ആ ബിസിനസ്സിൽ നമ്മുടെ ക്ലയന്റ്സ് എങ്ങനെ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടും ഇനിയഗ്രാം എന്ന കോഴ്സ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോ ഞാൻ ഈ കോഴ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നതിന് പ്രജില മാമിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ കോഴ്സ് ഒരുപാട് ഉപകാരപ്പെടട്ടെ. നിങ്ങളുടെയൊക്കെ ജീവിതത്തില് പ്രജില മാം തരുന്ന ക്ലാസ് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് എല്ലാവർക്കും ആശംസകൾ പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. പിന്നെ ആരോ മ്യൂട്ടാക്കിയല്ലോ. താങ്ക് യു. അതിമനോഹരമായ സ്വാഗത പ്രസംഗമായിരുന്നു. ഒരുപാട് സന്തോഷം വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ എല്ലാവരെയും. കുറെ പേരൊക്കെ പരിചയമുള്ളവരുണ്ട്, കുറെ പേര് പുതിയ ആൾക്കാരുണ്ട് തോന്നുന്നു. എന്തായാലും ഇന്ന് നമ്മൾ എനിയോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. എനിയോഗ്രാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പോ സ്വാഗത പ്രസംഗത്തിൽ കേട്ടു. എനിയോഗ്രാം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ, ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ്, സൈക്കോളജിക്കൽ ടൂളാണ്. ഇപ്പോ കഴിഞ്ഞ മാസം TAന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. TA ഒരുപാട് ജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. TAയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചായിരുന്നു പ്രധാനമായിട്ടും. എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ, മറ്റുള്ളവരെ മാറ്റാൻ നടക്കാതെ നമ്മളുടെ ഉള്ളൊരു മാറ്റം ഉണ്ടാക്കുക, അതിലൂടെ മറ്റുള്ളവരെ മാറ്റാം എന്നുള്ളൊരു ചിന്തയായിരുന്നു നമുക്ക് TA തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു അറിവാണ് എനിയോഗ്രാം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇത്രയും ഉപകാരപ്പെട്ട ഒരു അറിവ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോ എന്താണ് ഇത്? എനിയോഗ്രാമിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞിരുന്നു 7 ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് എനിയോഗ്രാമിനെ ഒന്ന് പരിചയപ്പെടാം എന്താണ് എന്നുള്ളത്. അപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരമുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും വിദ്യ അഭ്യസിക്കലല്ല, നമ്മള് പഠിച്ച വിദ്യ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യലാണ്. അത് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴേ നമുക്കത് ലൈഫിൽ ഉപകാരപ്പെടും. അതിലേറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു അറിവാണ് എനിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, ഇത് എനിയോഗ്രാം എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ കാലങ്ങൾക്ക് മുന്നേ എന്നേ പറയാൻ പറ്റുള്ളൂ. സൂഫി സന്യാസിമാരുടെ ഇടയിൽ, അതുപോലെ ബുദ്ധ സന്യാസിമാരുടെ ഇടയിൽ ഒക്കെ ഉണ്ടായിരുന്ന അറിവ്. അത് ഓസ്കാർ ഇക്കാസോ എന്നുള്ളൊരു ഒരു ആള് ഇതുപോലെ ഒരു സൂഫി സന്യാസിയുടെ അടുത്ത് വന്ന് ഒരു 36 വർഷത്തോളം അത് പഠിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അമേരിക്കയിലെ ഒരു അരീക്ക അക്കാഡമി, അവിടെ പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാം. അപ്പൊ അങ്ങനെയാണ് ഇത് ഒരുപാട് പ്രചാരം നേടുന്നത്. അപ്പൊ എന്താണ് എനിയോഗ്രാം? നമ്മൾ കേൾക്കുമ്പോൾ അതൊരു മലയാളം ടേം അല്ല, എന്താണ് എന്നുള്ളൊരു സംശയം നമുക്ക് വരാം അല്ലെ. എനിയ എന്ന് പറഞ്ഞാല് 9 എന്നാണ് അർത്ഥം. ഗ്രാം എന്ന് പറഞ്ഞാല് വിഭജിക്കപ്പെട്ടത്, 9 വിഭജിക്കപ്പെട്ടതെന്നാണ്. അപ്പോ നമ്മൾ ഈ ലോകത്ത് കാണുന്ന ആൾക്കാരെല്ലാം 9 തരാണെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും.
9 കാറ്റഗറി ആയിട്ട് ഈ ആളുകളെ എല്ലാം നമുക്ക് തിരിക്കാൻ പറ്റും. അതാണ് എനിയാഗ്രാം പറയുന്നത്. ഇനി എന്തിനാണ് എനിയാഗ്രാം? നമ്മള് ഇപ്പൊ ഒരു ബീച്ചിൽ പോയി എന്ന് വിചാരിക്കുക, നമ്മള് കടല് കാണാൻ പോവാണ് അല്ലെ. അത് പല രീതികളിൽ പോണ ആൾക്കാരുണ്ട്. ഒന്നുകിൽ നമുക്ക് അവിടെ ബീച്ചിൽ കാറ്റൊക്കെ കൊണ്ട് നല്ല രസമായിട്ട് ഇരിക്കാം. അതും അല്ലെങ്കിൽ നമുക്കൊന്ന് വെള്ളത്തിലിറങ്ങി കാലൊക്കെ നനച്ച് കുറച്ചും കൂടി ഒന്ന് എൻജോയ് ചെയ്യാം, അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ഇനി ചില ആളുകള് ജീവിതോപാധിയായിട്ട് അല്ലെ മീൻ പിടിക്കാൻ പോയി അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇനി സാഹസികർക്ക് എന്താ ചെയ്യാം, സാഹസികക്ക് വേണ്ടിയിട്ട് കടലിൽ ഇറങ്ങുന്നവരുണ്ട്. ഇനി അതിനും പുറമെ വളരെ ആഴത്തിൽ പോയിട്ട് മുത്തുച്ചിപ്പികൾ ശേഖരിക്കുന്നവരുണ്ട്. എനിയാഗ്രാം ഒരു കടലാണ്. നമുക്ക് തീരുമാനിക്കാം എന്താണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കേണ്ടത് എന്നുള്ളത്. ആസ്വദിക്കാനാണോ അങ്ങനെ ചെയ്യാം, എന്തും. അപ്പോ ഇതിന് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ഒരുപാട് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിന് ഒരു സ്പിരിച്വൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾക്ക് ഇത് എന്ത് വേണം, എന്ത് സ്വീകരിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒരുപാട് ആഴത്തിലുള്ള നോളജാണ്. എന്തായാലും നമ്മള് എനിയാഗ്രാമിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് നോക്കാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ എന്താണ് ഇങ്ങനെ അല്ലെ, എൻ്റെ ഭാര്യ എന്താണ് ഇങ്ങനെ, എൻ്റെ ഭർത്താവ് എന്താണ് ഇങ്ങനെ, എൻ്റെ മക്കൾ എന്താണ് ഇങ്ങനെ, എൻ്റെ ഫ്രണ്ട്സ് എന്താണ്, ഇവർക്കൊക്കെ നന്നായിക്കൂടെ എന്നാണ് അല്ലെ. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഇവർ പലരും പെരുമാറുന്നില്ല. അപ്പോ ഇവർക്കൊക്കെ ശരിയായിക്കൂടെ, നന്നായിക്കൂടെ എന്നാണ്. ഒരാളെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അയാളെ നമ്മുടെ ശരിയിലേക്ക് കൊണ്ടുവരിക. എല്ലാവർക്കും അവരവരുടേതായ ശരികളുണ്ട്. എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ ശരികളാണ്. നമ്മൾക്ക് സങ്കല്പത്തില് ഭാര്യയുണ്ട് അല്ലെ, യഥാർത്ഥ ഭാര്യയുണ്ട്. സങ്കല്പത്തിൽ ഭർത്താവുണ്ട്, യഥാർത്ഥ ഭർത്താവുണ്ട്. സങ്കല്പത്തിൽ മക്കളുണ്ട്, യഥാർത്ഥ മക്കളുണ്ട്. സങ്കല്പത്തിലെ ഫ്രണ്ട്സ് ഉണ്ട്, യഥാർത്ഥ ഫ്രണ്ട്സ് ഉണ്ട്. എപ്പോഴും നമ്മള് അതിനെങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക. സങ്കല്പത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ ഉണ്ടാക്കിയത്, അതിനെ കളയാൻ നമുക്ക് വലിയ പ്രയാസമാണ്. യഥാർത്ഥ ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. ഇതിനെ കുറിച്ചുള്ളൊരു അറിവാണ് ഏനിയാഗ്രാം നമുക്ക് തരുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും അല്ലെ, മറ്റുള്ളവരെ മാറ്റാൻ നടക്കുമ്പോൾ. പലപ്പോഴും വിവാഹ ജീവിതത്തിലും നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ ഇതാ സംഭവിക്കുന്നത്. നമ്മൾ ഈ കമ്പയർ ചെയ്യും, അവരെ മാറ്റി നന്നാക്കാൻ നടക്കും. എന്നാ അവര് നന്നാവുമോ? നന്നാവൂല്ല. നമ്മൾക്ക് നമ്മളെ നന്നാക്കാൻ പറ്റുന്നുണ്ടോ? എന്നിട്ടല്ലേ മറ്റുള്ളവരെ നന്നാക്കുന്നത് അല്ലേ. അപ്പോ നമ്മളെ എങ്ങനെ നന്നാക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ എവിടെയാണ് ഒരു വ്യത്യാസം വേണ്ടത്, എവിടെയാണ് പരിഹാരം വേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന അറിവാണ് എനിയാഗ്രാം. അപ്പോ ഇതാണ് എനിയാഗ്രാമിനെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എവിടെയും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈഗോയിൽ നിന്നാണ്. ഞാൻ അല്ലെ, എന്റേത്, എനിക്കുള്ളത് എന്നിൽ, അവിടെ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് നമുക്കറിയാം അല്ലെ. നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോ ആലോചിച്ചാൽ മതി. ഉറങ്ങുമ്പോ എനിക്ക് ഞാനില്ല, ഞാൻ എവിടെ പോയി? രാവിലെ പെട്ടെന്ന് ഉണർന്ന് കണ്ണ് തുറക്കുമ്പോ ആദ്യം വരുന്ന ചിന്ത ഞാൻ, പിന്നെ എന്റെ അല്ലെ, എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ പറഞ്ഞിട്ട് തുടങ്ങും. അവിടെയാണ് സ്ട്രെസ് വരുന്നത്. എനിയാഗ്രാം പഠിക്കുമ്പോൾ ഇതില് പ്രധാനമായിട്ടും പറയുന്നത്, പറഞ്ഞു മുൻപേ, 9 വിഭജിക്കപ്പെട്ടത്. എല്ലാ ആളുകളും ഈ 9 കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റും. അപ്പോ ഒറ്റ മിനിറ്റ്.
ഓക്കെ. അപ്പോ എല്ലാ ആളുകളെയും നമുക്ക് ഈ 9 കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിയാഗ്രാം പറയുന്നത്. എനിയാഗ്രാം ആളുകളെ ടൈപ്പ് 1, ടൈപ്പ് 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഈ 9 ടൈപ്പ് ആളുകളുടെ ആവശ്യങ്ങൾ വേറെയാണ്. അവർ പ്രതീക്ഷിക്കുന്നത്, അവരുടെ പെരുമാറ്റങ്ങൾ, എല്ലാ കാര്യങ്ങളും വേറെയാണ്. ഇത് ശരിക്കും ഒരു മുഖം മൂടിയാണ്. പേഴ്സണാലിറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്ന അറിവാണ് എനിയാഗ്രാം. പെർസോണ എന്ന വാക്കിന്റെ അർത്ഥം മുഖം മൂടി എന്ന. പെർസോണ പണ്ട് ഗ്രീക്ക് യവന നാടകങ്ങളില് ആളുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അഭിനയിക്കാൻ. പക്ഷെ കുറെ കഥാപാത്രങ്ങൾ അഭിനയിക്കേണ്ടി വരും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഒരാള് തന്നെ പല പല മുഖം മൂടികൾ വെച്ചിട്ട് പല കഥാപാത്രങ്ങളെ അഭിനയിച്ച് കാണിക്കും. അവിടെ നിന്നാണ് ഈ മുഖം മൂടിക്ക് പെർസോണ എന്ന വാക്ക് വരുന്നത്. അപ്പോ ഈ 9 മുഖം മൂടികൾ നമ്മൾ ഇടുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ ഈ 9 മുഖം മൂടികൾ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതില് 1ഓ 2ഓ മുഖം മൂടികൾ, ഈ 9 കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും 1ഓ 2ഓ മുഖം മൂടികൾ നമ്മളിൽ ഉറച്ചു പോകുന്നുണ്ട്. കാരണം അത് വെച്ചത് കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് സ്ഥിരമായി സ്വീകരിച്ചിരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ അവെയർ അല്ല. അതിനെക്കുറിച്ച് അവെയർനെസ് തരുന്ന അറിവാണ് എനിയാഗ്രാം എന്നുള്ളത്. അപ്പൊ എനിയാഗ്രാം പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മൾ ഫ്ലെക്സിബിൾ ആവും. നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഏത് മുഖം മൂടിയാണോ വേണ്ടത് അത് സ്വീകരിക്കാൻ പറ്റും. അല്ലാത്തവര്, അതിനെക്കുറിച്ച് അറിവില്ലാത്തവര് ഈ ഒരു ഉറച്ച പ്രകൃതത്തിൽ അങ്ങനെ പോകും മുന്നോട്ട്. അതാണ് എനിയാഗ്രാം. എനിയാഗ്രാമിനെ കുറിച്ച് പഠിച്ചാലുള്ളൊരു നേട്ടം എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിയാഗ്രാമിനെ കുറിച്ച് ജനറൽ ആയിട്ടൊരു ഇത് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു TA എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, അതുപോലെ സെൽഫ് ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു. എനിയാഗ്രാം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്വീകരിക്കുക, ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ആണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ അവരെന്താ ഇങ്ങനെ, അവർക്ക് അങ്ങനെ ആയിക്കൂടെ, എങ്ങനെ ആയിക്കൂടെ അല്ലെ, അങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരെ നേരെ ഒരു വിരല് ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകളൊക്കെ നമ്മുടെ നേരെ തന്നെയാണ്, നമ്മൾ അറിയുന്നില്ല. അപ്പൊ അവരെ നന്നാക്കാനും ഇവരെ നന്നാക്കാനും സ്ട്രെസ് അടിച്ച് ഇരിക്കാനും ഉള്ള സമയം കൊണ്ട് അവരെങ്ങനെയാണോ അവരങ്ങനെ പെരുമാറുന്നത്, അവരങ്ങനെ ആയതുകൊണ്ടാണ്. അവര് ചെയ്യുന്നത് അവരെ ശരിയാണ് എന്ന് വിചാരിച്ച് നമ്മൾക്ക് അവരോട് അവരെന്താണ് ചെയ്യുന്നത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കല്ല. പക്ഷെ അവരെ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ, അവരായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ ഒരു പെരുമാറ്റം നമുക്ക് കുറെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമുക്ക് എനിയാഗ്രാമിനെ കുറിച്ച് ജനറൽ ആയിട്ട് പറയാനുള്ളത്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് എല്ലാ പേഴ്സണാലിറ്റീസിനെയും പരിചയപ്പെടും. അപ്പോ ഓരോരുത്തരെയും അവരായിട്ട് അംഗീകരിക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടും. അതുകൂടാതെ ഇപ്പോ നമ്മൾ 9 പേഴ്സണാലിറ്റീനെ കുറിച്ച് പഠിച്ചു. അപ്പൊ നമ്മൾ വരുമ്പോൾ ആൾക്കാരോട് പറയാം, അതാ 1 വരുന്നുണ്ടല്ലോ, 2 വരുന്നുണ്ടല്ലോ, അത് 3ആണല്ലോ. അങ്ങനെ ആൾക്കാരെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു അറിവല്ല എനിയാഗ്രാം. അവരെ മനസ്സിലാക്കുക, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മളതിൽ ഏത് മുഖം മൂടിയാണ് അണിഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ 9 മുഖം മൂടിയും ആവശ്യാനുസരണം സന്ദർഭങ്ങളിൽ വെക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മളിൽ വരുത്തുക. അത് എങ്ങനെയാണ് വരുത്തുക എന്നുള്ളതാണ് എനിയാഗ്രാമിന്റെ ഒരു അപ്ലിക്കേഷൻ കിടക്കുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാ പേഴ്സണാലിറ്റി എൻ്റെ അടുത്തുണ്ടല്ലോ, 1 ഉണ്ട്, 2 ഉണ്ട്, 9 വരെ എല്ലാം എൻ്റെ അടുത്തുണ്ടല്ലോ. എല്ലാം ഉണ്ടാവും, കുറച്ച് കുറച്ച്. പക്ഷെ ഒന്ന് പീക്കില് അല്ലെങ്കിൽ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതേതാന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് 9 ഞാൻ, ഇതെല്ലാം എടുത്ത് അണിഞ്ഞു നടക്കുന്ന അതിനപ്പുറത്തുള്ള ഒരാളാണ്, സാക്ഷിയാണ് ഞാൻ എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും. അവിടെയാണ് ഇതിന്റെ ഒരു സ്പിരിച്വൽ ഒരു തലം കിടക്കുന്നത്. എന്തായാലും ഇത് നമ്മൾക്ക് എന്തിനാണ് ഉപയോഗപ്പെടുക എന്ന് ചോദിച്ചാല് നമ്മളുടെ റിലേഷൻഷിപ്പ്, അത് എവിടെ ആയിക്കോട്ടെ, ഫാമിലി,
അപ്പൊ പറഞ്ഞു ആസ് എ പാരന്റ്, ആസ് എ പാർട്ട്ണർ, ആസ് എ ഫ്രണ്ട്, ഇനി ഏത് മേഖല, നമ്മുടെ പ്രൊഫഷണൽ ഏത് മേഖലയിലും ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ച തരാനും നമ്മളെ ഇംപ്രൂവ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്ന ഒരു അറിവാണ് എനിയാഗ്രാം എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ചാണ് നമ്മളൊരു യാത്രയാണ് ഇത്. എനിയാഗ്രാം ഒരു യാത്രയാണ്, മനോഹരമായ ഒരു യാത്രയാണ്. ഇത് കഴിയുമ്പോഴേക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാവും. ഒരു ചെറിയ ഒരു കഥ പറയാം. നമ്മളെ ക്ലാസ് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും ജോയിൻ ചെയ്യണം എന്നുള്ളവര് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്, അതായത് ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് നമ്മൾ ക്ലാസ് എടുക്കുക. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ പോകും. അതുകൊണ്ട് ഇന്നോ നാളെയോ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക, അടുത്ത ക്ലാസ്സിന്റെ മുന്നേ. ഞാൻ കഥ പറയാം. ആ കഥയുടെ ഇതൊരു ശരിക്കും ഒരു അസൈൻമെന്റ് ആണ്. നിങ്ങൾ അതിന്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യം, പറയുന്ന കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ എഴുതിയിടണം ഓരോരുത്തരും. കഥ ഇതാണ്. അതായത് 2 പേരുടെ കഥയാണ്. ജോൺ എന്ന് പറഞ്ഞ ഒരാള്, മേരി എന്ന് പറഞ്ഞൊരു സ്ത്രീ. ഇവര് രണ്ടുപേരും ഭയങ്കരമായിട്ട് പ്രണയത്തിലാണ്. തീവ്രമായ പ്രണയത്തിലാണ് ജോണും മേരി. അപ്പോ ഇവര് താമസിക്കുന്നത് ഒരു അതിശക്തമായ ഒഴുക്കുള്ള ഒരു പുഴയുടെ 2 സൈഡിലാണ്. അപ്പൊ ഇവർക്ക് കാണാനൊന്നും ഒരു വഴിയുമില്ല. ഇവര് ജസ്റ്റ് കാണും, അത്രയേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഒന്നും ഒരു വഴിയില്ല, അന്ന് ഫോണൊന്നുള്ള കാലല്ല എന്ന് വിചാരിക്കാം. അപ്പോ ഇവര് അങ്ങനെ നിൽക്കുന്ന സമയത്ത് മേരിയുടെ വീട്ടില് സ്റ്റെപ്പ് ഫാദർ ആണ്, അതായത് മദർ രണ്ടാമത് കല്യാണം കഴിച്ച ഫാദർ. അപ്പോ ഇവിടെ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ മേരിക്ക് അവിടെ താമസിക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ മേരി എന്ത് ചെയ്തു, ഒരു ദിവസം രാത്രി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരികയാണ് മേരിക്ക്. ഒരു നിവൃത്തിയില്ല വീട്ടിൽ നിൽക്കാൻ, ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് മേരി ഇറങ്ങിക്കഴിഞ്ഞപ്പോ ജോണിന്റെ അടുത്ത് എത്തണം മേരിക്ക്. ഒരു നിവൃത്തിയില്ല. അതായത് സാധാരണ ഒരു തോണിയിൽ പോകാനുള്ള അങ്ങനെയല്ല, വെള്ളത്തിന് ശക്തമായ ഒഴുക്കാണ്, കഠിനമായ തണുപ്പാണ്, രാത്രി ഒറ്റയ്ക്ക് പുറത്ത് സർവൈവ് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മേരി ആലോചിച്ച് എന്ത് ചെയ്യും, ജോണിന്റെ അടുത്ത് എത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ രാത്രി തണുപ്പത്ത് മരിച്ചു പോകും. അങ്ങനെ നിന്നപ്പോഴാണ് മേരിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ആ നാട്ടില് തോമസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾക്ക് ഒരു സ്പീഡ് ബോട്ട് ഉണ്ട്, അയാളെ വിചാരിച്ചാൽ എന്നെ ജോണിന്റെ അടുത്ത് എത്തിക്കാൻ പറ്റും. മേരി നേരെ തോമസിന്റെ അടുത്ത് ചെല്ലാണ്. തോമസിനോട് ചോദിച്ചു, എന്നെ ഒന്ന് ജോണിന്റെ അടുത്ത് എത്തിക്കാം. തോമസ് പറഞ്ഞു, തീർച്ചയായിട്ടും എത്തിക്കാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇന്ന് രാത്രി എൻ്റെ കൂടെ താമസിക്കണം, നാളെ രാവിലെ ഞാൻ ജോണിന്റെ അടുത്താക്കി തരാം. മേരി നല്ല സുന്ദരിയാണ്. തോമസിന് തികച്ചും നമ്മൾ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ താമസിക്കാൻ പറഞ്ഞതായിക്കൂടെ, ഇന്നിവിടെ നിന്നിട്ട് നാളെ പോയിക്കോളാം, അങ്ങനെയല്ല. മേരിയുടെ സൗന്ദര്യം കണ്ടിട്ട് തന്നെയാണ് തോമസ് അത് പറഞ്ഞത്. ഒരിക്കലും മേരിക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. മേരി അത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോരുകയാണ്. പിന്നെ മേരി ആലോചിച്ചു, എങ്ങനെ ഞാൻ ജോണിന്റെ അടുത്ത് എത്തും എന്ന് വിചാരിച്ചപ്പോ വേറൊരാളുണ്ട് ആ നാട്ടില്, ഐവാൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ സമീപിച്ച് സഹായം ചോദിക്കാം. അപ്പൊ ഐവാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാം, പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ ബിസിനസ് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് എന്തായാലും ഇന്ന് വരാൻ പറ്റില്ല, എൻ്റെ കാര്യങ്ങളും മുടങ്ങും. നാളെ രാവിലെ ഞാൻ ആക്കിത്തരാം, അതുവരെ നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നാളെ ഞാൻ ആക്കിത്തരാന്ന് പറയാം. അപ്പോ മേരി പിന്നെ അവിടുന്ന് ഇറങ്ങുകയാണ്. ഒരു നിവൃത്തിയില്ല അല്ലെ, അങ്ങനെ നിന്ന് കഴിഞ്ഞാല് മേരിക്ക് എന്തായാലും മരണമാണ് മുന്നില്. അപ്പോ മേരി എന്ത് ചെയ്യും, തോമസിന്റെ അടുത്ത് ചെല്ലും. തോമസിനോട് പറയും, നിങ്ങളുടെ കണ്ടീഷൻ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി ഞാൻ അവിടെ നിൽക്കാം, നാളെ എന്നെ ജോണിന്റെ അടുത്ത് ആക്കി തരണം. അങ്ങനെ മേരി അന്ന് അവിടെ താമസിക്കുന്നു. പിറ്റേന്ന് രാവിലെ തോമസ് മേരിയെ ജോണിന്റെ അടുത്ത് എത്തിച്ചു. അങ്ങനെ ജോണിന് ഒരുപാട് സന്തോഷമായി, മേരിക്കും. അവര് വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കാര്യം പറഞ്ഞ്, സൗന്ദര്യ പിണക്കം പറഞ്ഞ് അവര് തമ്മിൽ ചെറിയൊരു ബഹളം അല്ലെങ്കിൽ വഴക്കുണ്ടാവുകയാണ്. അപ്പൊ മേരി പറയാണ്, അല്ലെങ്കിലും എനിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയത് എന്നൊക്കെ പറഞ്ഞപ്പോ ജോൺ ചോദിച്ചു, അല്ല നീ എന്ത് കഷ്ടപ്പാടാണ് ഇത്ര പറയാൻ?
എന്ന് ചോദിച്ചപ്പോൾ മേരി എല്ലാ കാര്യങ്ങളും പറയാണ്. തോമസിന്റെ അടുത്ത് ഒരു ദിവസം താമസിച്ച കാര്യം കൂടെ പറഞ്ഞപ്പോ ജോണിന് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല. ഇത് ഇത്രയ്ക്ക് ചീത്ത ഒരു സ്ത്രീയാണോ, നിന്നെ ഞാൻ എങ്ങനെ അംഗീകരിക്കാം എന്ന് ചോദിച്ച് ജോൺ അവിടുന്ന് ഇറങ്ങി പോവാണ്. ഇനി നിന്റെ കൂടെ ഞാൻ താമസിക്കില്ല. അങ്ങനെ മേരി വീണ്ടും ഒറ്റപ്പെടുകയാണ്. മേരി അവിടെ റോഡിലിറങ്ങി പൊട്ടിക്കരയുക. അവിടെ കരഞ്ഞിരിക്കുമ്പോഴാണ് വേറൊരാൾ വരുന്നത്. ജോസഫ് എന്നാണ് അയാളെ പേര്. അയാള് വന്നിട്ട് ചോദിക്കുക കാര്യങ്ങളൊക്കെ. മേരി ആദ്യം മുതലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പറയുകയാണ് ജോസഫിന്റെ അടുത്ത്. അപ്പൊ ജോസഫിന് ഭയങ്കര ദേഷ്യം വന്നു. അല്ലെ, ജോൺ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഈ കുട്ടി എന്തൊക്കെ പറഞ്ഞാലും എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇട്ടെറിഞ്ഞു പോകാൻ പാടുണ്ടോ? അല്ലെ. അപ്പോ ജോസഫ് എന്ത് ചെയ്തു, മേരിനെയും കുട്ടി ജോണിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിച്ചപ്പോ ജോൺ പറഞ്ഞു, എനിക്ക് എന്തായാലും ഇവളെ വേണ്ട, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളൂ. അതില് ജോസഫും ജോണും കൂടെ അവിടെ അടി തുടങ്ങി. ഇത്രയാണ് കഥ. ഇനി നിങ്ങൾ പറയണം, ഇതിൽ ആര് ചെയ്തതാണ് ശരി? ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഓരോരുത്തരും ചെയ്യുന്നത് അവരവരുടെ ശരിയാണ്, അല്ലെ എന്നുള്ള ഉത്തരം നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ഉത്തരാണ് പറയേണ്ടത്. നിങ്ങളുടെ കാഴ്ചപ്പാടില് ആര് ചെയ്തതാണ് ശരി? ഇന്ന ആള് ചെയ്തത് ശരി, ഇന്ന ആള് ചെയ്തത് തെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ശരി, എന്തുകൊണ്ടാണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുതായിട്ട് ഒരു കുറിപ്പ് എഴുതിയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഇടണം. അതാണ് ആക്ടിവിറ്റി. നമ്മൾ ചെറിയ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. ആൾട്ടർനേറ്റ് ഡേയ്സ് വെച്ചത് അതുകൊണ്ടാണ്. അപ്പോ ഇതാണ് നമുക്ക് എനിയാഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ് നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ പ്രിജില മാമിനോട്? എന്തും ചോദിക്കാട്ടോ, ഓപ്പൺ ആണേ. ഒരു ജഡ്ജ്മെന്റിലെ സ്കെയില് ഞാൻ ചോദിച്ച എന്ത് വിചാരിക്കും അങ്ങനെ ചോദിക്കാം. ഒരു ഒന്നുമില്ല, നിങ്ങൾക്ക് എന്തും ഓപ്പൺ ആയിട്ട് ചോദിക്കാം. എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതെ, സബീർ ഉണ്ടല്ലോ. ഞാനുണ്ട് മാഡം, സബീർ ഉണ്ട്. കണ്ടു. ഒന്നുമില്ലേ എനിയാഗ്രാമിനെ കുറിച്ച് സംശയങ്ങൾ? ഞാൻ ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ മാഡത്തിന്റെ മുഖം മാറുന്നത് എനിക്ക് മനസ്സിലാകാറ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പക്ഷെ അത് ചോദിച്ചാൽ ധൈര്യമായിട്ട് ചോദിക്കൂ. ഒരു പ്രശ്നമില്ല. ഫീൽ ചെയ്യില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഫേസ് മാറരുത്. ആ ഫേസ് മാറാറുമ്പോ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഇത് ഫീൽ ചെയ്തല്ലോ എന്ന്. ഇല്ല, അങ്ങനെ ഇല്ല. ആയിരിക്കുമോ? എന്താ പറയാ, തീർച്ചയായിട്ടും ഞാൻ പഠിതാവാണ്, എനിക്ക് അറിവില്ലാത്തവനാണ്. ആദ്യം ഇത് ചെയ്തു തരാം. എന്തെങ്കിലും ചോദ്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്നെ തിരുത്തി. ഒരു വിദ്യാർത്ഥി അധ്യാപക ബന്ധം ആയിരിക്കണം.